അവിസ്മരണീയമായ ചരിത്രത്തിലൊക്കെയും സാന്നിധ്യം വഹിച്ച, പങ്കുവഹിച്ച പവിത്രമായ മാസമാണ്, ദിനമാണ് മുഹറമായ 10 മാസം. ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസം ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുഹറം നൽകുന്ന സന്ദേശവും മുഹറമിൽ ഏറെ നടന്ന നമ്മുടെ മുഹറവുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ ഹിജ്റ നൽകുന്ന സന്ദേശവും ചുരുങ്ങിയ ഒരവസ്ഥയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകനാകുന്ന നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ആ പർവ്വതത്തിൽ നിന്ന് കപ്പലിനെ നിർമ്മിച്ചതടക്കം നടക്കപ്പെട്ട പവിത്രമായ ദിനമാണ് മുഹറം മാസമെന്ന്. ഇത് മുഹറം മാസത്തിലെ മുഹറം 10 പല പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും, അതുമായി ഏറെ താദാത്മ്യപ്പെടുന്ന പല കാര്യങ്ങളും മുഹറവും ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ ഈ ദിവസത്തിലും ഈ മാസത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, നമുക്കും ഏറെ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു സംഭവം, ഒരു ചരിത്രവും ഹിജ്റയുടെ 1-2 വാക്കുകളും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ നാം ഒന്ന് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, നബിയുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം എന്ന കാലഘട്ടത്തെ കുറിച്ച് നാം ഒന്ന് അയവിറക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ആരായിരുന്നു മൂസ നബി അലൈഹിസ്സലാം എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികൾ അതിന് നൽകുന്ന മറുപടി ഏറെ അധികാരത്തിലൂടെ വിഭാഗീയത വിതച്ചുകൊണ്ട് ഒരു സമൂഹത്തെ നിഷ്ഠൂരം ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാം ഫറോവ എന്ന റാംസീസ് II എന്നറിയപ്പെടുന്ന ഫറോവ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ധിക്കാരി ഉദയം കൊണ്ട കാലത്താണ് സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം ഉദയം കൊണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തദഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മ. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തദഇഫു ഫിൽ അർദ്, ഭൂമിയിൽ ദുർബല സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഉദയം കൊണ്ട ഒരു മനുഷ്യനെ കുറിച്ച്, അതായത് ഈ ഭൂമിയിൽ ആരൊക്കെയാണ് ദുർബലരായിട്ടുള്ളത്, ആ ദുർബലരെ ചേർക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആധ്യാത്മികമായ സന്ദേശം എന്നുള്ളതാണ് പരിശുദ്ധമായ ഖുർആൻ ഉണർത്തുന്നത്. വനജഅലഹും അഇമ്മ, ആ വിഭാഗത്തിൽ നിന്നാണ് സമൂഹത്തെ ഉദയം കൊള്ളിക്കാൻ നാം ഉണർത്തിയതെന്ന് പരിശുദ്ധമായ ഖുർആൻ ഉണർത്തുമ്പോൾ നാം ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഏത് കാലമായിരുന്നു അത്? ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിർഔൻ ഉണ്ടല്ലോ, ഫറോവ ഉണ്ടല്ലോ, ആ ഫറോവ ഭൂമിയിൽ ആധിപത്യം ചെലുത്തിയ ഒരു കാലമുണ്ടായിരുന്നു. വജഅല അഹ്ലഹാ ശിയഅ, ഒരുപക്ഷേ നമുക്ക് ഈ ആയത്ത് ചേർത്ത് വെക്കുമ്പോൾ അഭിനവ കാലത്തിന്റെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ അവരുടെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് വിഭാഗീയത വിധിക്കുമ്പോൾ എത്രമേൽ സമകാലികമാണ് പരിശുദ്ധമായ ഖുർആനിന്റെ വചനമെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ ഫിർഔൻ കടന്ന് ആധിപത്യം ചെലുത്തി. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയുമ്പോൾ വജഅല അഹ്ലഹാ ശിയഅ, അവിടുത്തെ വിഭാഗത്തിനിടയിൽ വിഭാഗീയത വിതച്ചു, വർഗീയത വിതച്ചു. എന്നിട്ടോ അവരിൽ നിന്നൊരു വിഭാഗത്തെ ദുർബലപ്പെടുത്തി, മുസ്ലിം സമുദായത്തെ അവിടെ നിന്നൊരു വിഭാഗത്തെ ദുർബലപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ആണുങ്ങളെ കൊല ചെയ്യപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ആണുങ്ങളെ കൊല ചെയ്യപ്പെട്ടത്? നമുക്കറിയാം, ഒരു സമൂഹത്തിന്റെ ചോദിക്കുന്നത് ആണുങ്ങളാണ്. ഒരു സമൂഹത്തിന്റെ മുന്നിൽ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നീ ആരടാ എന്ന് കൈചൊല്ലി ചോദിക്കാൻ ഒരു വിഭാഗത്തെ വളരണമെങ്കിൽ ആ വിഭാഗത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ആ വിഭാഗത്തിന്റെ ആൺതലമുറയാണ്. അതുകൊണ്ട് ഫറോവ അവിടെ നിന്ന് നടപ്പിൽ വരുത്തി, ഇനി സമൂഹത്തിൽ ആൺ വിഭാഗം വേണ്ട കേട്ടോ എന്ന് മാത്രമല്ല, അവിടെയുള്ള പെണ്ണുങ്ങളെ പീഡനപ്പെടുത്തി, പീഡിപ്പിച്ചു, അതല്ലെങ്കിൽ അവരെ ഒക്കെ അവഹേളത്തിലാക്കിയെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ ഫറോവയുടെ കരങ്ങളിൽ നിന്ന്, ഈ ഫറോവയുടെ അധികാരത്തിന്റെ ദ്രഷ്ടകളിൽ നിന്ന് ആണ് അത് ഫറോവയെ പിടിച്ചെടുത്തതാരാണ്? അത് മൂസാ നബി അലൈഹിസ്സലാമാണ്. ആ ദിനം ഏതാണ് മുഅ്മിനീങ്ങളെ? അതാണ് നാം ചേർത്ത് വെക്കേണ്ടത്. അത് മുഹറം 10 ദിനമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം 10
നാം വല്ലാത്ത ചിന്തിക്കേണ്ട ദിവസമാണ്, ചിന്തിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഫറോവയെ പിടിച്ചു കുലുക്കിയ ദിവസമാണ്. അതുകൊണ്ട് ആര് വന്നാലും, നമ്മെ ആക്രമിക്കാൻ ആര് വന്നാലും നമുക്കൊന്ന് പറയാൻ പറ്റും, നമ്മുടെ മുൻഗാമികളൊക്കെയും വിജയിച്ച മാസവും ദിവസവുമാണ് പരിശുദ്ധമായ മുഹറം മാസമെന്നും മഹാപരിശുദ്ധമായ മുഹറം 10 നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ മുഹറവുമായി ബന്ധപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം, പരിശുദ്ധമായ ഹിജ്റ നമ്മിലേക്ക് കടന്നു വരികയാണ്. എന്താണ് ഹിജ്റ എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് കൃത്യമായി എന്താണ് ഹിജ്റ എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഒരു വേദനയുടെ, ഒരു യാതനയുടെ, അതല്ലെങ്കിൽ അതിജീവനത്തിന്റെ ഏറ്റവും വലിയ മാർഗമാണ് ഹിജ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണ് ഹിജ്റ എന്ന് ചോദിക്കുമ്പോൾ, മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ ചരിത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അവിടുന്ന് അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. തന്റെ കുടുംബക്കാരനല്ല കേട്ടോ, തന്റെ ബന്ധുവല്ല കേട്ടോ, തന്റെ അടുത്ത കൂട്ടുകാരനല്ല കേട്ടോ, നാളിന്നേവരെ കാണാതെ, ഇന്നേവരെ തന്റെ മുന്നിൽ കാണാതെ ഒരു മനുഷ്യനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്, തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അബൂ ത്വൽഹയുടെ വീട്ടിൽ വലിയ സുഭിഷ്ടമായ ഭക്ഷണമില്ല കേട്ടോ, അബൂ ത്വൽഹയുടെ വീട്ടിൽ മനോഹരമായ ഭക്ഷണങ്ങളൊന്നുമില്ല. എന്നാലും അബൂ ത്വൽഹ തന്റെ ആ കൂട്ടുകാരൻ, തന്റെ ആ സഹോദരനെ, മുഹാജിറായിരുന്ന സഹോദരന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ ആ മുഹാജിറായ മനുഷ്യനെ കൊണ്ട് പോകുമ്പോ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ അങ്ങനെ വീട്ടിലെത്തിച്ചപ്പോ അവിടെ നിന്ന് ഭാര്യയുടെ സംസാരം കേൾക്കുകയാണ്. വീട്ടിൽ കഴിക്കാനും ഒന്നുമില്ല, വേണ്ട തന്റെ കുഞ്ഞോമന മകന്, തന്റെ മക്കൾക്കുണ്ടായിരുന്ന ഒരിത്തിരി അപ്പകഷ്ണം അവിടുന്ന് അബൂ ത്വൽഹ അവിടുത്തെ മനുഷ്യന് ആ മുഹാജിറിനെ കൊടുക്കുകയാ മുഅ്മിനീങ്ങളെ. അങ്ങനെ കൊടുക്കുമ്പോ, മുഹാജിറിനെ കൊടുത്തപ്പോ അവിടെ നിന്നൊരു കാര്യമുണ്ട്, ഒപ്പം തിന്നണമെങ്കിൽ അവിടുന്ന് അബൂ ത്വൽഹത്തുൽ അൻസാരിക്ക് ഭക്ഷണമില്ല. അതിന്റെ ആ ഭാര്യ പറഞ്ഞ വഴി എന്തെന്നറിയോ, അവിടെ നിന്നുണ്ടായിരുന്ന വെളിച്ചം അവിടെ നിന്ന് കിടത്തുകയാണ്. എന്നിട്ട് ആ മുഹാജിറാകുന്ന മനുഷ്യൻ അപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇപ്പുറത്തുണ്ടായിരുന്ന അബൂ ത്വൽഹത്തുൽ അൻസാരി ഉണ്ടല്ലോ, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ അവിടെ നിന്ന് വാഴ ഇങ്ങനെ അനക്കുകയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ അനക്കുമ്പോ അവിടുന്ന് അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ സഹോദരനും അവിടുന്ന് വീട്ടിലേക്ക്, അവിടുന്ന് അബൂ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പറയുന്ന, അവിടുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാ അബൂ ത്വൽഹ, നിന്റെ ഈ പ്രവർത്തനം കണ്ട് അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങി കേട്ടോ, അല്ലാഹു പോലും അത്ഭുതപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ആലോചന നടത്തേണ്ടത്, നാം കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയം എന്നുള്ളത് അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹിജ്റയാണ്. കേവലം ഹിജ്റ എന്നുള്ളത് വർഷത്തിൽ കടന്നു പോകുമ്പോൾ അത് കേവലം ഒരു വർഷം മാത്രമല്ല, അത് ചരിത്രത്തിന്റെ വലിയ സന്ദേശം നൽകുന്നതാണ്. അത് യാതനയുടെ ചരിത്രമാണ്, അത് വേദനയുടെ ചരിത്രമാണ്, അത് പകർത്തു കൊടുത്ത ചരിത്രമാണ്, അത് മനുഷ്യർക്കിടയിൽ വിഭാഗത ഉണ്ടാക്കിയ ചരിത്രമല്ല, മനുഷ്യരെ പരസ്പരം ചേർത്ത് വെച്ച ചരിത്രമാണ്. അത് മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളെ പരസ്പരം കോർത്തിണക്കിയ സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സുഹൃത്തത്തിന്റെ ചരിത്രമാണ്. ആ ചരിത്രമാണ് ഓരോ ഹിജ്റയും നമുക്ക് നൽകേണ്ടത്. അവിടെ അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ അനുചരന്മാരും എല്ലാം ഉപേക്ഷിക്കുകയാണ്. എന്തൊക്കെ ഉപേക്ഷിച്ചു? തന്റെ വീട് ഉപേക്ഷിച്ചു, തന്റെ ഭാര്യമാരെ ഉപേക്ഷിച്ചു, തന്റെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ കുടുംബങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് മദീനയിലേക്ക്, മക്കയിൽ നിന്ന് പലായനം ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടുന്ന് മക്കയിലേക്ക് പലായനം ചെയ്യുമ്പോ, അങ്ങനെ മക്കയിലേക്ക് എത്തുമ്പോ അവിടുന്ന് ഉണ്ടായിരുന്ന അനുചരന്മാരൊക്കെ ചെയ്യുന്നുണ്ട്, അത് ഞങ്ങളുടെ മേൽ ഉദിച്ചു വന്നിരിക്കുന്നു, സൂര്യൻ ഉദിച്ചു വന്നിരിക്കുന്നു, ഒരു ചന്ദ്രൻ, ആ ചന്ദ്രൻ നമ്മുടെ മുന്നിലേക്ക് ഉദിച്ചു വന്നിരിക്കുന്നു, ഉദിച്ചു വന്നിരിക്കുന്നു എന്ന് അവിടുന്ന് ഇവിടുത്തെ ആളുകളൊക്കെ, മദീന നിവാസികളൊക്കെ ഓരോ ഇടയിലും നിന്ന് കൊണ്ട് പ്രവാചകനെ ദർശിക്കുകയാണ്. അവിടെ നിന്ന് പ്രവാചകന്റെ ഒപ്പം കൂടുന്നു, അവിടുന്ന് അൻസാരികൾ കൂടുന്നു. എന്നിട്ടോ മുഹാജിരീങ്ങളെ വിളിക്കുന്നു കേട്ടോ. എന്നിട്ട് മുഹാജിരീങ്ങൾ അവിടെ നിന്ന് ക്ഷണിക്കുകയാണ്, തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഇരുനില വീടുള്ള വീടിൽ നിന്ന് ഒരു നില മുഹാജിറിന് കൊടുക്കുകയാണ്. തന്റെ സമ്പാദ്യത്തിൽ നിന്ന് എല്ലാം കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു അവസാനം ഒരു മുഹാജിർ പറഞ്ഞു അത്രേ, എന്തെന്നറിയുമോ, അല്ല നബിയെ, എനിക്ക് 2 ഭാര്യയുണ്ട് നബിയെ, അതിൽ ഒന്നിന് ഞാൻ തലാഖ് ചെല്ലട്ടെയോ, എന്നിട്ട് ഒരു മുഹാജിറിന് നൽകട്ടെയോ എന്ന് ചോദിക്കുകയാണ് അത്രേ. അത്രമേൽ സമർപ്പിതമായ ഒരു മാസമാണ്, സമർപ്പിതമായ ഒരു വർഷമാണ് ഹിജ്റ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ആകേണ്ടത് അൻസാരികളെ പോലെയാണ്, നാം ആകേണ്ടത് അൻസാരികളുടെ സ്വഭാവമാണ്. വല്ലദീന തബവ്വഉ ദാറ, ആരാണ് അൻസാരികൾ എന്ന് ചോദിക്കുമ്പോൾ അവർ തന്റെ വീടുകളൊക്കെയും മുഹാജിറുകൾക്ക് ഒരുക്കി കൊടുത്തവരാണ്. അവരുടെ വീടുകളൊക്കെയും മുഹാജിറുകൾക്ക് ഒരുക്കി കൊടുത്തപ്പോ, എല്ലാം നൽകിയപ്പോ, സമ്പത്തിൽ നിന്ന് പകുതി, തന്റെ ജീവിതത്തിൽ നിന്ന് പകുതി എല്ലാം ഒരു മനുഷ്യർക്ക് മക്കയിൽ നിന്ന് സർവ്വതും സമർപ്പിച്ച് കടന്നു വന്ന മുഹാജിറുകൾക്ക് നൽകിയപ്പോ എത്ര വരെയെന്നറിയുമോ, അവസാനം മഹാനായ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ ലഭിക്കുന്ന, അതുമായി സൗദിയുടെ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തിൽ നിന്ന് ലഭിച്ച സ്വർണവുമായി കടന്നു വരുന്നുണ്ട് മദീനയിലേക്ക്. അങ്ങനെ മദീനയിലേക്ക് നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് നബി തങ്ങളുടെ
ബാങ്കിലേക്ക് ആ സ്വർണം കൊടുക്കുകയാണ്. കൊടിയ പട്ടിണിയുള്ള കാലമായിരുന്നു, കൊടിയ ദാരിദ്ര്യമുള്ള കാലമായിരുന്നു. അങ്ങനെ ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മുഹാജിറുകളോട് പറയുന്നുണ്ട്, ഇത് അൻസാരികൾക്ക് കൊടുക്കട്ടെ എന്ന്. അവിടെ നിന്ന് പറയുമ്പോ അവിടെ നിന്ന് മുഹാജിറുകൾക്ക് പറയുന്നുണ്ട്, കൊടുത്തു നബിയെ, ഞങ്ങൾക്ക് വേണ്ടി വീട് സമർപ്പിച്ചവരാണ്, വലിയ കോടീശ്വരന്മാരായിരുന്നു, കോടീശ്വരന്മാരായിരുന്നു നബിയെ, ഞങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുഴുവനും പരിശുദ്ധ മുഹാജിറുകൾക്ക് നൽകിയവരാണ്, ഞങ്ങൾക്ക് നൽകിയതാണ്. അതുകൊണ്ട് നബിയെ ഇത് മുഴുവൻ അവർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അൻസാരികൾ പറയുന്നുണ്ട്, വേണ്ട നബിയെ, മുഹാജിറുകൾക്ക് അവരുടെ വീതം കൊടുക്കും നബിയെ, എന്നിട്ട് മതി നബിയെ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള വാപ്പ, ഒരുമിച്ച് കൂടിയ വാപ്പ, നാം ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട് വാപ്പ, നാം ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട് കൗമാരക്കാരെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ച ഈമാനികമായ മാറ്റം കൊണ്ടുവരാൻ അവിടുത്തെ മുഹാജിറുകൾക്കായെങ്കിൽ എല്ലാം സമർപ്പിച്ചു വന്നാൽ ആയിരക്കണക്കിന് മുഹാജിറുകളെ സ്വീകരിക്കാൻ അവിടുത്തെ അൻസാരികൾക്കായെങ്കിൽ നാം നമ്മുടെ മുഅ്മിനീങ്ങളെ സ്വീകരിക്കേണ്ടവരാണ്, നാം ആലോചന നടത്തേണ്ടതാണ്. അതുകൊണ്ട് വെറുപ്പ് മാറ്റി വെക്കേണ്ട നാളുകളാണ്. എല്ലാം വെറുപ്പുകളും മാറ്റിവെച്ചുകൊണ്ട് അൻസാരികളെ പോലെ നമുക്ക് സാധിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ആദർശം എന്നുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അത് വിട്ടുള്ള മറ്റൊരു ആദർശവും നമുക്കില്ല. അതുകൊണ്ട് വിവാഹിതയിൽ നിന്ന് മാറി നിൽക്കണം. ഏതുപോലെ എന്നറിയുമോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. നാം പലപ്പോഴും പ്രസംഗങ്ങളിലൂടെ പറയാറുണ്ട് 14ാം നൂറ്റാണ്ട് എന്നുള്ള അധാർമികത്തിന്റെ കാലം എന്ന് പറയാറുണ്ട്. ആ സമൂഹത്തെയാണ് ഒരു കാലത്ത് മദ്യചഷകവുമേന്തി നടന്നിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഒരു കാലത്ത് ബിംബങ്ങൾക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് എല്ലാം നൃത്തമാടിയിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. മറ്റൊരു കാലത്ത് എല്ലാം സമർപ്പിച്ച വലിയ ശതകോടീശ്വരനായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവാണ് മുത്തുനബി എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ വിശുദ്ധിക്ക് വേണ്ടി പോരാട്ടം നടത്തിയത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ 14ാം നൂറ്റാണ്ട് എന്ന് പറയപ്പെടുന്ന ഏറ്റവും കൊടിയ കാലത്തിനേക്കാളും അത്രത്തോളം അതിനേക്കാളും കൊടിയ മനസ്സാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന സമൂഹത്തിനെന്ന്. കാരണം നമുക്ക് ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നാം പരസ്പരം വെറുപ്പിൽ ബാധിക്കുന്നവരാണ്, നാം പരസ്പരം മറ്റുള്ളവരെ പറയുന്നവരാണ്, നാം പരസ്പരം ഗീബത്തിലൂടെ നമീമത്തിലൂടെ പറയുന്നവരാണ്. ആരുടെയെങ്കിലും തെറ്റു കണ്ടാൽ